പോട ചെറുക്ക എന്ന് മൈക്കില്ലാതെ പറയുക, അത് ഇവിടുത്തെ രീതിയാണ്. ഇനി മൈക്കിലൂടെ വെർബൽ ഡയറിയ എന്ന് പറയുക. അപ്പം അവർ പറഞ്ഞു, ഞാൻ അവരെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയുടെ പ്രായമുള്ള ശ്രീമതി ആർ ബിന്ദുവിനോട് എനിക്ക് വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, ഇടയ്ക്കിടയ്ക്ക് എന്താണ് സ്വന്തം വകുപ്പെന്നൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നാണ് അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൻ്റെ പേര്. ആ വകുപ്പിൻ്റെ പേരിനോട് നീതി പുലർത്തുന്ന ഒരു പെരുമാറ്റവും പ്രവർത്തനവും ഉണ്ടാകണമെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിച്ചാൽ ആ പൊതുസമൂഹത്തെ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. അപ്പോൾ 2-3 ദിവസക്കാലമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കാദമിക് ഡിസ്കഷൻസ് നടക്കുകയാണ്. ഈ അക്കാദമിക് ഡിസ്കഷൻസിൻ്റെയൊക്കെ ഇവരുടെ മറുപടി എന്താണ്? ഒന്നുകിൽ വ്യക്തി അധിക്ഷേപം, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പുച്ഛവും പരിഹാസവും അല്ലാതെ അക്കാദമിക്കായിട്ടുള്ള ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ഇപ്പോൾ ഇന്നലെ ഒരു നിയമസഭാ സാമാജികൻ അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ പോട ചെറുക്ക എന്ന് മൈക്കില്ലാതെ പറയുക, അത് ഇവിടുത്തെ രീതിയാണ്. ഇനി മൈക്കിലൂടെ വെർബൽ ഡയറിയ എന്ന് പറയുക. അപ്പം അവർ പറഞ്ഞു, ഞാൻ അവരെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ഞാൻ പ്രസംഗിക്കുന്ന സമയങ്ങളിൽ മിക്കപ്പോഴും CPM-ൻ്റെ നേതാക്കന്മാർ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാറുണ്ട്. ആ പോയിന്റ് ഓഫ് ഓർഡറിൽ പോലും ഇന്നത്തെ ദിവസം വരെ എൻ്റെ നിയമസഭയിൽ ഞാൻ നടത്തിയ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഒരു വാക്ക് പോലും സഭാരേഖയിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഇന്നത്തെ ദിവസം വരെ അൺപാർലമെന്ററി ഒരു വാക്യം പറഞ്ഞിട്ടില്ല. ഇന്നലെ നടത്തുന്ന പ്രസംഗത്തിൽ പോലും അൺപാർലമെന്ററി ഒരു വാക്ക് പോലും ഇല്ല. ഏതെങ്കിലും ഒരു CPM നേതാവ് പോയിന്റ് ഓഫ് ഓർഡർ പോലും പറഞ്ഞിട്ടില്ല, എൻ്റെ ഇന്ന വാക്ക് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. അതായത് പാർലമെന്ററി ആയിട്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. പക്ഷെ അവരുടെ പ്രതികരണം എന്തായിരുന്നു? വെർബൽ ഡയറിയ പാർലമെന്ററിയൻ പദമാണോ? പ്രതിപക്ഷത്തെ അംഗങ്ങൾ സംസാരിക്കുന്ന രോദനം എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഫ്രേസാണ്, ഒരു വാക്കാണോ? ഇനി നമ്മൾ ചോദിക്കുന്ന അക്കാദമിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇവർക്ക് മറുപടി വേണ്ടേ? കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാധ്യമങ്ങൾ അത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം. കേരളത്തിൽ ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അങ്ങ് ശരിപ്പെടുത്തി, ഞങ്ങൾ ഇനിയിപ്പോൾ ആ സ്വകാര്യ സർവകലാശാല കൂടെ വന്നാൽ മതി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒറ്റ സർവകലാശാലയിൽ മാത്രമാണ് വൈസ് ചാൻസലർ. ഇത് ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മറുപടി ഉണ്ടോ? കേരളത്തിലെ കോളേജുകളിൽ 90% സർക്കാർ കോളേജുകളിലും പ്രിൻസിപ്പൾമാരില്ല. ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മറുപടി ഉണ്ടോ? 4 ഇയർ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം, ആ 4 ഇയർ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമിന് 4 വർഷത്തേക്കുള്ള സിലബസ് തയ്യാറായിട്ടില്ല, അതിന് മറുപടി ഉണ്ടോ? ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കിയിട്ടില്ല, മറുപടി ഉണ്ടോ? കൃത്യസമയത്ത് പരീക്ഷ നടത്തിയിട്ടില്ല, മറുപടി ഉണ്ടോ? പരീക്ഷയുടെ മൂല്യനിർണ്ണയം കൃത്യമായിട്ട് നടത്തിയിട്ടില്ല, മറുപടി ഉണ്ടോ? അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ പോലും വീഴ്ച വരുത്തിയിട്ട് ഞങ്ങളുടെയൊക്കെ തൊഴിൽ കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നു, മന്ത്രി ഇടയ്ക്കിടയ്ക്ക് സ്വന്തം വകുപ്പ് എന്താണ് എന്ന് അതിൻ്റെ പേരൊന്നോർത്ത്. ഇന്നലെ ഒരു നിയമസഭാ സാമാജികൻ അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ പോട ചെറുക്ക എന്ന് മൈക്കില്ലാതെ പറയുക, അത് ഇവിടുത്തെ രീതിയാണ്. ഇനി മൈക്കിലൂടെ വെർബൽ ഡയറിയ എന്ന് പറയുക.